everyone, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള കണ്ടന്റിലേക്ക് പോകാം. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോണ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. അപ്പം ഇത് ഏതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, സപ്പോസ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോണ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ്സ്. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? അതായത് ഫസ്റ്റ് ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സോളിനോയിഡ് എന്ന് പറയും. അപ്പൊ ഈ സോളിനോയിഡ് കൂടെ ഒരു കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ എന്താണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്? അപ്പൊ ഒരു സോളിനോയിഡ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കമ്പി ചുറ്റുകളാണ് ഈ സോളിനോയിഡ് എന്ന് പറയാം. ഇപ്പൊ ഈ ചെമ്പ് കമ്പി അല്ലെങ്കിൽ കോപ്പർ വയർ, ഈ കോപ്പർ വയർ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ റിങ് പോലെ ചുറ്റിയെടുക്കുക. ആ ഒരു സെറ്റപ്പിനെ പറയുന്ന പേരാണ് സോളിനോയിഡ് എന്ന് പറയാം. അപ്പൊ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക? ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഡ്രോ ചെയ്യാം. ഓക്കെ, ഈ ഒരു സെറ്റപ്പ്. ഓക്കെ, ഇതിനാണെന്ന് പറയാം സോളിനോയിഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് സോളിനോയിഡ് എന്ന് പറയാം. അപ്പൊ എന്താണ്? ഒരു ചെമ്പ് കമ്പി നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ റിംഗ് ആയിട്ട് ചുറ്റിയെടുക്കുക, അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റിയെടുക്കുക. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സോളിനോയിഡിന്റെ ഉള്ളിൽ കൂടെ ഞാനൊരു കറന്റ് പാസ് ചെയ്തുകൊണ്ട് കറന്റ് പാസ് ചെയ്യാണ്. ആ കറന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോളിനോയിഡ് ചുറ്റും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടണം. അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു സോളിനോയിഡ് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സോളിനോയിഡ് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമ്മളൊരു ആദ്യം ഒരു സിലിണ്ടർ വരയ്ക്കാം, ഒരു കണ്ടക്ടർ വരയ്ക്കാം, ഒരു ലോങ് ആയിട്ടുള്ള കണ്ടക്ടർ വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? ഈ ഒരു കണ്ടക്ടറിന് മേലാണ് എന്ത് ചെയ്യുക, സോളിനോയിഡ് ചുറ്റിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കണ്ടക്ടറിന് മേലെ എന്ത് ചെയ്യുക, ഒരു സോളിനോയിഡ് ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ഇതിലൂടെ ഈ കണ്ടക്ടറിലെ ഒരു കറന്റ് പാസ് ചെയ്യാണ്. അപ്പൊ ഞാനൊരു കറന്റ് ഇതിലൂടെ പാസ് ചെയ്യാണ്. അപ്പൊ ഈ കറന്റ് ഇതിലൂടെ പോയിട്ട് ഇതിലൂടെ വരുമല്ലോ. ഓക്കെ, അപ്പൊ ഐ എന്നുള്ളൊരു കറന്റ് ഇതിലൂടെ പാസ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഏതൊരു കണ്ടക്ടറിലൂടെയും കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സോളിനോയിഡ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ആംബിയർ സർക്യൂട്ടൽ ലോ ഇല്ലേ, ആ ആംബിയർ സർക്യൂട്ടൽ ലോന്റെ സെക്കൻഡ് അപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സോളിനോയിഡ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഒരു ആംബിയർ സർക്യൂട്ടൽ ലോ എന്താ നമ്മൾ എടുത്തെഴുതാൻ പോവാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ടൈംസ് കറന്റ്. ഓക്കെ, അപ്പൊ ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞാൽ എന്താ, ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു ദ മ്യൂ 0 ടൈംസ് ദ ടോട്ടൽ കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതിനാണ് പറയുക, ഇതിന് പറയാം ആംബിയേഴ്സ് ലോ എന്ന് പറയാം, അല്ലെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യാം, ഈ ഒരു നമ്മുടെ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ ചുറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ആംബിയർ സർക്യൂട്ടൽ ലോ നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ ആംബിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലോസ്ഡ് സർഫസിൽ മാത്രം എന്ത് ചെയ്യുക, ഒരു ആംബിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് വരയ്ക്കാൻ പോകണം. അപ്പൊ നമ്മളൊരു സപ്പോസ് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്, ഒരു ക്ലോസ്ഡ് സർഫസ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ പേര് കൊടുക്കുക. ഈ പോയിന്റ് എ എൻഡ് എ, ഇത് ബി, ഇത് സി, ഡി. അപ്പം ABCD നമ്മൾ പേര് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആംബിയർ സർക്യൂട്ടിലും ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. അപ്പൊ ആംബിയർ സർക്യൂട്ടിലോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ക്ലോസ്ഡ് ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ പ്ലസ് എ ടു ബി എന്ന സെക്ഷന്റെ ഇന്റഗ്രേഷൻ എ ടു ബി ബി ഡോട്ട് ഡി എൽ പ്ലസ് ബി ടു സി കൊടുക്കുക. ഇന്റഗ്രൽ ബി ടു സി ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇന്റഗ്രൽ സി ടു ഡി ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇനി അടുത്തത് ഇന്റഗ്രൽ സി ടു എ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ടൈംസ് കറന്റ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലോസ്ഡ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആംബിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്തു. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെ, അപ്പൊ ഒരു കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ?
അപ്പൊ നമ്മൾ ഓരോ സെക്ഷന്റെയും മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, അപ്പൊ അടുത്ത പേജിൽ എഴുതാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ തീറ്റാന്റെ വാല്യൂ ശ്രദ്ധിക്കുക. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് അറിയാം. അപ്പൊ ഒരു ഈ സെക്ഷനിൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മിനിറ്റ് ആ സെക്ഷൻ മാത്രം നമ്മൾ വരയ്ക്കാം. ഓക്കെ, ഈ സെക്ഷൻ വരയ്ക്കുമ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്, സി ആണ്, ഡി. അതാണ് ഈ ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു എൻക്ലോസ്ഡ് ഏരിയ ആണ്. അപ്പൊ അതിലൂടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് എന്ത് ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഈ മാഗ്നറ്റിക് ഫീൽഡ് അതായത് ബി മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഈ എ ബി എന്നുള്ള സെക്ഷനും തമ്മിൽ എങ്ങനെയായിരിക്കും? പാരലൽ ആണ് ഇവിടെ. അങ്ങനെ ആയതുകൊണ്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ് ഒന്നുകൂടി ചെയ്താ എവിടെ ഏത് സെക്ഷനിലാണ്? എ ടു ബി എന്ന ഇന്റഗ്രേഷനിൽ ഇന്റഗ്രൽ എ ടു ബി എന്ന ഇന്റഗ്രേഷനിൽ തീറ്റാന്റെ വാല്യൂ എന്താണ്? ഇവിടെ 0 ആണ്. ഓക്കെ, അതായത് ഈ എ ടു ബി ബിയിലേക്ക് എന്ത് ചെയ്യുക? പാരലൽ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? തീറ്റന്റെ വാല്യൂ 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും കോസ് 0 ഈക്വൽ ടു 1 ആയിരിക്കും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അടുത്തത് ഇന്റഗ്രൽ അടുത്ത ബി ടു എ ശ്രദ്ധിക്കുക. ഈ ബിയും ഈ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ബി ടു സിയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ആംഗിൾ എങ്ങനെ ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് തീറ്റാന്റെ വാല്യൂ എന്ത് ചെയ്യുക? 90 ഡിഗ്രി. തീറ്റാന്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആയിരിക്കും. സിമിലർലി സി ടു ഡി നോക്കാം. സി ടു ഡിയിൽ കാണുമ്പോൾ സി മുതൽ ഡി വരെയുള്ള കാണുമ്പോൾ തീറ്റാന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതേമാതിരി ഡി ടു എ കണ്ടു കഴിഞ്ഞാൽ തീറ്റാന്റെ വാല്യൂ 90 ഡിഗ്രി വരും. അപ്പം കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കിട്ടിയ റിസൾട്ട് ആ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ ഇൻറ്റു കോസ് 0 പ്ലസ് ഇന്റഗ്രൽ ബി ടു സി ബി ഡോട്ട് ഡി എൽ ഇൻറ്റു കോസ് 90 പ്ലസ് ഇന്റഗ്രൽ അടുത്തത് സി ടു ഡി ബി ഡോട്ട് ഡി എൽ ഇൻറ്റു കോസ് 0 പ്ലസ് ഇന്റഗ്രൽ ഡി ടു എ ബി ഡോട്ട് ഡി എൽ ഇൻറ്റു കോസ് 90 ഈക്വൽ ടു μ0 ടൈംസ് കറന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യം കിട്ടി. അപ്പൊ കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയെങ്കിൽ കോസ് 90 എന്ന് പറഞ്ഞാൽ 0 അങ്ങനെയെങ്കിൽ ഈ രണ്ട് ടേംസ് എന്ത് ചെയ്യുക? 0 ആയിപ്പോ. ബാക്കിയുള്ള ടേംസ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് ചെയ്താം. ഓക്കെ, ബാക്കി അടുത്ത പേജിൽ ചെയ്താം. അപ്പൊ എന്താ ബാക്കിയുള്ള ടേംസ്? ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ പിന്നെ അതായത് ഒരു മിനിറ്റ് ബി ഡോട്ട് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ഇന്റഗ്രൽ ബി ടു സി ഇല്ല, പിന്നെ അടുത്ത് എന്താ? സി ടു ഡി ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് കറന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര കാര്യം നമുക്ക് കിട്ടി. ശ്രദ്ധിക്കുക, ഈ ഒരു നമ്മൾ ആദ്യം വരച്ച ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഡി ടു സി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണ്, അല്ലെങ്കിൽ ഒരു എൻക്ലോസ്ഡ് ഏരിയയിൽ പുറത്താണ് സി ടു ഡി എന്നുള്ള പോർഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു ഫീൽഡിന് പുറത്താണ് ആ ഒരു പോർഷൻ എങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതായത് സി ടു ബി ഡിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാമല്ലോ. സി ടു ഡിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുമ്പോൾ ഇത് ടോട്ടൽ 0 ആയിപ്പോയി. അപ്പം ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്താൽ ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ അല്ലെങ്കിൽ സിംപ്ലി ഇന്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു എന്താ? μ0 ടൈംസ് കറന്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. എന്തേ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൂ? കറന്റ് ആണ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ലെങ്ത് ആണ്, അല്ലെങ്കിൽ ലെങ്ത് അതായത് കറന്റ് ആണ്. ഒരു കണ്ടക്ടറിലൂടെ കറന്റ് കടന്നു പോവുകയാണ്. അപ്പൊ അവിടെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള എന്താ? ഒന്നുകിൽ ഡി എൽ മാത്രം ഇവിടെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക? അവിടെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബിനെ അങ്ങനെ എടുക്കുക, കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഡി എല്ലിനെ നമ്മൾ ഇന്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ടൈംസ് ഐ എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡി എൽ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെങ്ത് ആണ്. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ സ്മോൾ ലെങ്ത് ആണ് ഡി എൽ എന്ന് പറയാം. അങ്ങനെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? എൽ ആയിരിക്കും. അപ്പൊ ബി ഇൻറ്റു ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എൽ ഈക്വൽ ടു μ0 ടൈംസ് കറന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കാം, ഇപ്പൊ ഈ കോയിൽ എന്ന് പറഞ്ഞാൽ കുറെ ടേൺസുകൾ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ സോളിനോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു കമ്പി ചുറ്റുകൾ ഇങ്ങനെ ചുറ്റിയിട്ടുള്ള സെറ്റപ്പിനാണെന്ന് പറയാം സോളിനോഡ് എന്ന് പറയാം. ഈ സോളിനോഡ് കുറെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതായത് there are n number of turns in a solenoid. There are n
നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും B × L = μ0 × ni എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് n നമ്പർ ഓഫ് ടേൺസിനെ സോളിനോഡ്, ഒരു സോളിനോഡ് എത്രത്തോളം ചുറ്റുകളുണ്ട് അല്ലെങ്കിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ക്യാപിറ്റൽ N. അങ്ങനെ B = μ0 ni/L എന്ന് എഴുതാൻ പറ്റും. അപ്പൊ B = μ0 ni/L എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് B കാണാമല്ലോ, ഒന്നുകൂടി ഇതാ. അപ്പം B = ഓക്കെ, അപ്പൊ ഈ n/L ഇല്ലേ, അത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ് ഇതിനെ പറയുന്നതാണ് നമ്പർ ഓഫ് n/L, അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്പർ ഓഫ് യൂണിറ്റ് പെർ ടേൺസ് ലെങ്ത് അതിനെ പറയുന്ന ലെറ്റർ ആണ് സ്മോൾ എന്ന്. ക്ലിയർ ആണല്ലോ. അപ്പൊ n/L പറയുന്നത് ചെയ്യാ സ്മോൾ എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? B = μ0 ni എന്ന് കിട്ടും. B = μ0 ni എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഫൈനൽ ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഒരു സോളിനോട് കറന്റ് കടന്ന് പോവാണ്, അപ്പൊ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാം. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ B = μ0 × ni എന്ന്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യമാണ് നമുക്ക് ഈ പാട്ടിൽ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒരു കറന്റ് കാര്യം കണ്ടക്ടറിലൂടെ എന്ത് ചെയ്യുക, കറന്റ് പാസ് ചെയ്യാണ്. അപ്പൊ കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഫോഴ്സും പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോണത്, ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇവിടെ ഒരു കണ്ടക്ടർ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു കണ്ടക്ടർ വരച്ചു. ഓക്കെ, ഈ കണ്ടക്ടറിലൂടെ എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു കണ്ടക്ടറിന് ലെങ്ത് ഉണ്ട്, അതാണ് L. ഈ കണ്ടക്ടറിന് ഒരു വോളിയം ഉണ്ട്, അത് V എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ ഒരു ഏരിയ A ആണ്. അപ്പൊ ഈ കണ്ടക്ടറിലൂടെ എന്ത് ചെയ്യാം, ഒരു കറന്റ് പാസ് ചെയ്യാണ്. അപ്പൊ ഈ കറന്റ് പാസ് ചെയ്യുമ്പോൾ ചുറ്റും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഈ കണ്ടക്ടറിൽ എന്താ പറയാ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ നിന്നുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറേ ഉണ്ടാവും. അതായത് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം, വോളിയത്തിനെ പറഞ്ഞാണ് നമ്പർ ഡെൻസിറ്റി. പറഞ്ഞാൽ സ്മോൾ n ആണ്. ക്ലിയർ ആണല്ലോ. ക്യാപിറ്റൽ N = സ്മോൾ n × V എന്ന് പറയാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം സപ്പോസ് V എന്ന് പറഞ്ഞാൽ വോളിയാണ്, N എന്താ നമ്പർ ഡെൻസിറ്റി ആണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഇൻറ്റു ലെങ്തിനെ പറയുന്ന പേരാണ്. അതായത് ഏരിയ ഇൻറ്റു ലെങ്തിനെ പറയുന്ന പേരാണ് വോളിയം എന്ന് പറയാം. ഓക്കെ, അപ്പൊ N = എന്താവും, N = NaL എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്കറിയാം സപ്പോസ് ഫോഴ്സ് എക്സ്പീരിയൻസോടാണ് ചാർജ് പാർട്ടിക്കിൾ ആൻഡ് പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ അറിയാം. അതായത് സപ്പോസ് ഇതാണ് യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചോ. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ അതാണ് B ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടുവച്ചു. അങ്ങനെയാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. F = Q × V × P. ക്ലിയർ ആണല്ലോ. F = Q × V × P. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ എഴുതാം. കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്, കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് എന്താണ്, Q = ചാർജ് Q = ± Ne, അല്ലെങ്കിൽ സിംപ്ലി Ne എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഒരു N ന് പകരമായിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഈ N നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ A എന്ന് കൊടുക്കാം. ഓക്കെ, ഈ A എന്നുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം NaL, അപ്പം നമുക്കിവിടെ എന്താ NaLe അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, സ്മോൾ n × ALE എന്ന് എഴുതാൻ പറ്റും. Q = എന്താവും NaLe എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉണ്ട്, ഫോഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ചാർജ് പാർട്ടിക്കിൾ ആൻഡ് പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് F = Q × V × P. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. Qന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, NaLe
ഇൻറ്റു വി ക്രോസ് ബി എഴുതാ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ റീ അറേഞ്ച്മെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ ആദ്യം എഴുതി, പിന്നെ അടുത്ത് വി എഴുതി, പിന്നെ ഇ എഴുതി, എൻ എഴുതി. ഇവിടെ വിക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി എന്നാണ്. സഫിക്സ് ഡി ആണ്. എ ഇൻറ്റു വി ഡി ഇൻറ്റു ഇ എന്ന് എഴുതി, ഇൻറ്റു ബാക്കിയുള്ള എൽ ക്രോസ് ബിനെ ഒരുമിച്ച് എഴുതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ഒരു ഫോഴ്സിന് ഇക്വേഷൻ കിട്ടിയില്ലേ? എഫ് ഫിസിക്കലിന്റെ എ വി ഡി ഈവൻ ഇൻറ്റു എൽ ക്രോസ് ബി. ഈ എ വി ഡി ഇ എന്നുള്ളത് നമ്മൾ എവിടെ ഒന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? കറന്റിന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഐ ഈസ് ഇക്വൽ ടു അവൻ. ആ ഒരു ഫോമിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഐന്ന് കൊടുക്കാം. അപ്പം ഇതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഐന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? എഫ് ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്ന് എഴുതാം. അപ്പൊ എഫ് ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്ന ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇവിടെ എന്താ? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ എന്നാണ് ഇതിന്റെ അർത്ഥം. എൽ ക്രോസ് ബി ഒരു ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യുക? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എല്ലും ബി എന്ത് ചെയ്യുക? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, അതായത് 90 ഡിഗ്രി ആണ്. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? എഫ് ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു എൽ ബി സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ എന്താ കിട്ടിയത്? എഫിന് രണ്ട് ഇക്വേഷൻ കിട്ടി. എഫ് ഫിസിക്കൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി ഇൻറ്റു അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫിസിക്കൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. ഈ ഒരു ഫോർമാറ്റിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഫോഴ്സ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കറന്റ് കാരിങ് കണ്ടക്ടർ ആണ്. ഒരു കറന്റ് കാരിങ് കണ്ടക്ടറിന്റെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് കാണാൻ നമ്മൾ കണ്ടത്. അപ്പം ഫോഴ്സ് എഫ് ഫിസിക്കൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി അല്ലെങ്കിൽ എഫ് ഫിസിക്കൽ ടു ഐ എൽ ബി സൈൻ തീറ്റ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചില കണ്ടീഷൻസ് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് രണ്ട് കണ്ടീഷൻസ് ആണ്. അപ്പം കണ്ടീഷൻ 1 ആദ്യം ഡിസ്കസ് ചെയ്യാം. സപ്പോസ് ദ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സപ്പോസ് നമ്മൾ ഒരു കണ്ടക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാണ് കണ്ടക്ടർ. അപ്പം ഈ കണ്ടക്ടർ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം. എഫ് ഇസിക്കൽ ടു ഐ എൽ ബി ഇൻറ്റു സൈൻ തീറ്റ ഇക്വേഷൻ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഇവിടെയുള്ള അതായത് ഈ കണ്ടക്ടറും ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള എന്ത് ചെയ്യുക? പാരലാണ്. ഈ കണ്ടക്ടർ വെച്ച് നിൽക്കുന്നതും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്? സെയിം ഡയറക്ഷനിൽ, അതായത് പാരലാണ്, മ്യൂച്വലി പാരലാണ്. എന്ത്? കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും. ഈ കണ്ടക്ടറും അതുപോലെ തന്നെ, അതായത് നമുക്കൊന്നുകൂടി എഴുതാം. കണ്ടക്ടർ പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ് കണ്ടക്ടർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 0 എന്ന് പറഞ്ഞാൽ 0. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0 ആയിരിക്കും. അതായത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞാൽ മിനിമം ആയിരിക്കും, എഫ് മിനിമം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു കണ്ടക്ടർ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യുക? പാരലൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ അവിടെയുള്ള ഫോഴ്സ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്യുക? മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ കേസ് 2ലേക്ക് പോകാം. ഇനി അടുത്ത കേസ് 2 പറഞ്ഞേ. സപ്പോസ് ദ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ എങ്ങനെയാ പറഞ്ഞത്? പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറഞ്ഞത്. ഓക്കെ, സപ്പോസ് ദ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം ഈ കണ്ടക്ടർ ഇതും തമ്മിലുള്ള ആംഗിൾ ഇങ്ങനത്തെ 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ തീറ്റാന്റെ വാല്യൂ, അതായത് കണ്ടക്ടർ വെച്ച് നിൽക്കുന്ന കണ്ടക്ടറുള്ള ആംഗിളും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കണ്ടക്ടർ മുകളിലോട്ടാണ്. അപ്പൊ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തീറ്റാന്റെ വാല്യൂ 90 ഡിഗ്രിയാണ്. അപ്പം സൈൻ 90 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈസിക്കൽ ടു എന്താവും? ഐ എൽ ബി എന്ന് കിട്ടും. എഫ് ഈസിക്കൽ ടു ഐ എൽ ബി എന്ന് കിട്ടും. അതായത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫോഴ്സ് ആണ്. അതായത് എഫ് മാക്സിമം ഈസിക്കൽ ടു നമുക്ക് ചെയ്താൽ എഫ് മാക്സിമം ഈസിക്കൽ ടു ഐ എൽ ബി എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? എന്ത് ചെയ്യുക? മാക്സിമം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിൽ സാധാരണ ചോദിക്കാനുള്ളൊരു പോർഷനാണ്. ഈ ഭാഗത്തേക്ക് നോക്കാം. എന്താണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്? ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ്. അപ്പൊ ഈ പാരലൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ രണ്ട് കറന്റുകൾ അടുത്ത പഠിക്കാണ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ്. അപ്പൊ പാരലൽ ആയിട്ട് രണ്ട് കറന്റുകൾ നമുക്ക് വരയ്ക്കണം. അപ്പൊ പാരലൽ ആയിട്ട് കറന്റ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു
കണ്ടക്ടറിലൂടെ ഒരു കറന്റ് പാസ് ചെയ്യാണ്. അപ്പൊ പാരലായിട്ട് വളരെ പാരലായിട്ട് രണ്ട് കറന്റ് വേണം വിചാരിക്കാം. ഈ രണ്ട് പാരലായിട്ട് ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ് പാസ് ചെയ്തിരിക്കുക. ഈ കറന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയുള്ള കറന്റ് I1 ആണ്, ഇവിടെയുള്ള കറന്റ് I2 ആണ്. ഓക്കെ, ഈ കറന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം I1 ഉള്ള കറന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത് I2ന്റെ അടുത്തേക്കായിട്ടാണ് എന്ത് ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഈ I2 എന്നുള്ള ഭാഗത്തേക്ക്, അതായത് ഈ ഭാഗത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, നമുക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്കറിയാം അല്ലേ? അപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അപ്പോൾ ഒരു കണ്ടക്ടർ ഇങ്ങനെ എടുത്ത് അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം കണ്ടക്ടർ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം കറന്റ് തമ്പിന്റെ ഡയറക്ഷനിലേക്ക് കറന്റ് പോകും. അപ്പം കേളി ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിൽ എവിടേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക ഇന്നായിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അതായത് ഔട്ട്വേർഡ്സ് ആണ് എന്ത് ചെയ്യുക നമുക്കുണ്ടാവുന്ന ഇവിടെ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പം B1 എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ രണ്ട് മാഗ്നറ്റിക് B1 ഉണ്ട്, B2 ഉണ്ട്. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ അറിയാം. നമുക്കത് എഴുതാം. B = μ0I/2πr എന്നറിയാം. മാഗ്നറ്റിക് ഫീൽഡ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ അറിയാം. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം B1 എന്നുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? B1, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് B1 എന്ന് പറയുന്നത് എങ്ങനെയാ μ0I1/2π ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ D എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഈ കണ്ടക്ടേഴ്സ് നമ്മൾ ഡിസ്റ്റൻസ് D എന്ന് കൊടുക്കുകയാണെങ്കിൽ B1 = μ0I1/2π D എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് B2 എന്ന് അങ്ങനെ എഴുതാൻ നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് B2 എന്ന് പറയുന്നത് μ0I2/2π D എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ബാക്കി ഭാഗത്തേക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കണ്ടക്ടർ എ. അപ്പോൾ കണ്ടക്ടർ എ, അപ്പോൾ ഈ ഒരു കണ്ടക്ടറെ നമ്മൾ കണ്ടക്ടർ എ എന്ന് എടുക്കുക. ഇത് കണ്ടക്ടർ ബി ആണ്. അപ്പോൾ ഈ കണ്ടക്ടർ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കണ്ടക്ടർ എ. ഓക്കെ, അപ്പോൾ ഫോഴ്സിന് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഫോഴ്സിന് ഇക്വേഷൻ അറിയാം. F = ഇപ്പം പഠിച്ചിട്ടുണ്ട്. F = I × L × B എന്നുള്ള ഇക്വേഷൻ പഠിച്ചു. F = I × L × B. ഓക്കെ, അപ്പം അവിടെയുള്ള ഫോഴ്സ് കാണാണ്. F = I × L × B. അപ്പൊ ഇവിടെ കണ്ടക്ടർ എയിൽ ആസ്പെക്ട് ചെയ്യുന്ന ഫോഴ്സിനെ F എന്ന് എടുക്കുക. F = I1 × L × B1 L × B2 ആയിരിക്കും. കാരണം എന്താ, I1 എന്ന കറന്റ് കൊണ്ട് അവിടെ നടന്ന മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ B2 ആണ്. അപ്പം F = I1 × L × B2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F = I1 × L × B2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ മുകളിൽ. B2 എന്ന് പറഞ്ഞാൽ B2 = μ0I2/2πD. അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. അതായത് μ0I2/2πD. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്ത് നോക്കാം. FA = μ0 ആദ്യം എഴുതി. ഇവിടെയുള്ള കറന്റ് I1 ആയതുകൊണ്ട് μ0I1I2L/2πD എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പം ഫോഴ്സ് ആക്ടിങ് ഓൺ എ കണ്ടക്ടർ എ എന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് കിട്ടി? I1 എന്നുള്ള കറന്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആണ് B2. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ FA = μ0I1I2L/2πD എന്ന് കിട്ടി. ഇനി ഇതേ സിമിലർ സാധനം തന്നെ നമ്മൾ I2ന്റെ കേസിലും കാണാം. അപ്പം I2ന്റെ കേസിൽ കാണുമ്പോൾ ഫോഴ്സ് ആക്ടിങ് കൊണ്ട് കണ്ടെത്തി ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ FB ആയിരിക്കും. FB = I2 × L × B1. ക്ലിയർ ആണല്ലോ? അതായത് FB എന്നുള്ള ഒരു സംഭവം അല്ലേ, ഈ FB എന്നുള്ള ഫോഴ്സ് ആക്ടിങ് ഓൺ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് I2 എന്നുള്ള കറന്റിലേക്ക് ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ B1 ആണ്. അങ്ങനെയാണെങ്കിൽ I1 × L × B1 എന്ന് എഴുതാൻ പറ്റും. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ FB = I2 × L × B1. B1 സ്ഥാനത്ത് എന്താ കൊടുക്കുക? നമ്മൾ B1 ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. B1 ഇക്വേഷൻ ഉണ്ട്, ഇത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓക്കെ, B1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ μ0I1/2πD. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്ത് നോക്കാം. FB = μ0I1I2L/2πD. ഓക്കെ, അപ്പം ഫോഴ്സിന് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? ഫോഴ്സ് എക്സ്പീരിയൻസോടെ
ഒന്ന് കണ്ടക്ടർ എയിലും കണ്ടക്ടർ ബിയിലും 2 ഇക്വേഷൻ കിട്ടി. എന്താണ് കണ്ടക്ടർ എയിൽ ഒരു ഇക്വേഷൻ കിട്ടി, കണ്ടക്ടർ ബിയിൽ ഒരു ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക ഇവിടെ തുല്യമാണ്. ക്ലിയർ ആണല്ലോ? എഫ് എയും എഫ് ബി എന്ത് ചെയ്യുക തുല്യമാണ്. അപ്പോൾ 2 കണ്ടക്ടർ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടക്ടറിന്റെ കൊണ്ട് ഉണ്ടാവുന്ന 2 കണ്ടക്ടറിനിടയിലുള്ള എന്ത് ചെയ്യുക ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ത് ആയിരിക്കും തുല്യമായിരിക്കും. അപ്പൊ കണ്ടക്ടർ എയിലുണ്ടാകുന്ന ഫോഴ്സും അല്ലെങ്കിൽ കണ്ടക്ടർ ബിയിൽ ഉണ്ടാകുന്ന ഫോഴ്സും എന്ത് ചെയ്യുക തുല്യമായിരിക്കും. ഓക്കെ, അതാണ്. അങ്ങനെയാണെങ്കിൽ എഫ് എ സിക്വൽ എന്താ എഫ് ബി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ അടുത്ത പറയാനുള്ളത് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പം ഈ ഒരു റൂൾ വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ഈ നമ്മളിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഒരു വിരലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 3 വിരലുകൾ പിടിക്കുക. ഈ മുകളിലോട്ട് ആറ്റ് ചെയ്യണത് അതായത് തമ്പ് ആറ്റ് ചെയ്യണം എങ്ങോട്ടായിരിക്കും കറന്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് ഫോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡയറക്ഷനിൽ നമ്മൾ എടുത്തേക്ക് ആക്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ത് ഫ്ലെമിങ്സിന്റെ. അതൊന്നും പറയാം. അപ്പൊ അതായത് ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും കറന്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഈ ഡയറക്ഷനിലേക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്ക് അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയും. അപ്പോൾ സപ്പോസ് നമ്മൾ നേരത്തെ എടുത്തു ഒരു 2 കണ്ടക്ടർ എടുത്തു അല്ലേ, 2 കണ്ടക്ടർ എടുത്തു. ഈ 2 കണ്ടക്ടർ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക ഒരു കറന്റ് പാസ് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ 2 കറന്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക ഈ I1 എന്നുള്ള കറന്റും ഉണ്ട്, ഇവിടെ I2 ഉള്ള കറന്റും ഉണ്ട്. അപ്പൊ അതിൽ I1 എന്നുള്ള കറന്റ് കൊണ്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പിന്നെ I2 എന്നുള്ള കറന്റ് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 2 കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ 2 കണ്ടക്ടറിൽ ഇടയിലുള്ള ഫോഴ്സിന്റെ സ്വഭാവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് എപ്പോഴും ഈ ഭാഗത്തേക്കും, അതായത് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അതായത് എഫ് എ എന്നുള്ള ഫോഴ്സ് ഈ ഭാഗത്തേക്കും, അതുപോലെ തന്നെ നമുക്ക് ഈ I2 എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഫോഴ്സ് ആണ് എഫ് ബി. അപ്പോൾ എഫ് ബി എന്നുള്ള ഫോഴ്സ് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയാൻ എപ്പോഴും ഒരു അട്രാക്റ്റീവ് നേച്ചർ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഒരു അട്രാക്റ്റീവ് നേച്ചർ ഉണ്ടാവുക. ആ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് 2 കണ്ടക്ടേഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. 2 കണ്ടക്ടർ ഈക്വലും ഓപ്പോസിറ്റ് ആണ്. ഒരു 2 കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 2 കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുക ഈക്വൽ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ആണ്, ഈക്വൽ ആണ്, പക്ഷെ അവ ഓപ്പോസിറ്റ് ആണ്. സോ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ ഈസ് അട്രാക്റ്റീവ്. അപ്പം ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് അട്രാക്റ്റീവ്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു 2 കണ്ടക്ടറിലൂടെ ഇങ്ങനെ കറന്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ഫോഴ്സ് എന്ത് ചെയ്യുക ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആണെങ്കിൽ ഒന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കും. അപ്പൊ 2 ഈക്വൽ ആണ്, 2 ഫോഴ്സും ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും. നമുക്ക് എപ്പോഴും പഠിച്ചിട്ടുണ്ട് ചാർജസ് എങ്ങനെയായിരിക്കും അട്രാക്റ്റീവ് ആണെങ്കിൽ പ്ലസ് നെഗറ്റീവ് കൂടി ചേർന്നാൽ അട്രാക്റ്റീവ് വരാം. അതേപോലെ തന്നെ ഫോഴ്സ് എന്തായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ എന്താ പറയുക കണ്ടക്ടേഴ്സ് ആർ ഈക്വൽ ഓപ്പോസിറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം ആർ കണ്ടക്ടേഴ്സ് ഈസ് അട്രാക്റ്റീവ്. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഇതിൽ പറയാനുള്ളത്. അപ്പം ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.